ഷാഹിദ് ബാലുശ്ശേരി അവർകളെ ഈ ക്ഷേത്ര സപ്താഹ കമ്മിറ്റിക്ക് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ ഈ മഹത്തായ മാനവിക സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യരെ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യരെ, പ്രിയങ്കരനായ ഫാദറും എന്റെ പ്രിയ സുഹൃത്ത് രാഹുൽ ഈശ്വർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സ്നേഹസമ്പന്നരായ സഹോദരിമാരെ, സഹോദരന്മാരെ, വ്യത്യസ്ത വീക്ഷണത്തിലും ആദർശത്തിലും ആശയത്തിലും ഒക്കെ ജീവിതത്തെ മുന്നോട്ട് തള്ളി നീക്കുന്നവരെ, ഈ സമ്മേളനത്തിലേക്ക് ഞാൻ ഏറെക്കുറെ 3000-ലധികം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഈ സമ്മേളനത്തിലേക്ക് വന്നു ചേർന്നത്. ഇന്നലെ രാത്രി ഖത്തറിലെ എയർപോർട്ടിൽ ഈ സമ്മേളനത്തിലേക്ക് വരാൻ വേണ്ടി നിന്നപ്പോൾ കേരളത്തിലെ 3 ദിക്കുകളിലെ പ്രവാസികളുടെ കുടുംബത്തിൽ മരണമുണ്ടായതുകൊണ്ട് ഖത്തർ എയർവേസ് അവർക്ക് പ്രത്യേകമായ റിക്വസ്റ്റ് കാരണത്താൽ സീറ്റ് അനുവദിക്കുകയും എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നവർ എന്നെ വിവരമറിയിക്കുകയും ചെയ്തു. ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രസംഗിക്കുക എന്നത് ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വവും വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നതുമായതുകൊണ്ട് ഞാൻ അവിടുത്തെ അധികൃതരോട് നമ്മുടെ നാടും നമ്മുടെ നാടിന്റെ പൈതൃകവും ഇന്ന് പങ്കെടുക്കാനുള്ള സമ്മേളനത്തിന്റെ അവസ്ഥാവിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോ അപ്പൊ അവിടെ നിന്നിരുന്നൊരു മലയാളി പറഞ്ഞു, സർ ഞാൻ പോയിട്ടില്ലെങ്കിലും നിങ്ങൾ പോകണം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സമ്മേളനത്തിൽ നിങ്ങൾ എന്തായാലും പോകണം എന്ന് പറഞ്ഞ് എന്നെ അവര് അനുവദിച്ചു. അങ്ങനെയാണ് എയർപോർട്ടിൽ ഇറങ്ങി നേരെ സമ്മേളനത്തിലേക്ക് ഞാൻ വന്നു ചേർന്നു. രാഹുൽ ഈശ്വറും ഞാനും ഒക്കെ പല വേദികളിലും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം നിറസാന്നിധ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയുന്നത്, എന്റെ പേര് മുജാഹിദ് എന്നാണ്. അതൊരു അറബി പദമാണ്. അതിന്റെ അർത്ഥം അധർമ്മത്തിനെതിരെ പോരാടുന്നവൻ എന്നാണ്. എന്റെ പിതാവ് എന്റെ ഉമ്മ എന്നെ പ്രസവിച്ച അന്ന് തന്നെ ഒരു ആൺകുട്ടിയാണ് എന്ന് അറിഞ്ഞപ്പോ എനിക്ക് മുജാഹിദ് എന്ന് പേര് വെച്ചു. 42 വയസ്സ് പിന്നിട്ടു. ജീവിതത്തിൽ മത സമൂഹത്തോട് കളവ് പറയാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. സത്യം മാത്രം പറയുകയും സുഖിപ്പിച്ച് ഒരിക്കലും ഞാൻ സംസാരിച്ചിട്ടില്ല. അതെനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. ഞാനതിന് നിങ്ങളെ എങ്ങനെ പറഞ്ഞത് ധരിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആത്യന്തികമായ ശരികളെ കുറിച്ചാണ് എന്നും ചിന്തിച്ചു പോന്നിട്ടുള്ളത്. അത് ഏത് മനുഷ്യനാണെങ്കിലും അവന്റെ തെറ്റ് തെറ്റാണ്, ശരി ശരിയാണ്. അവിടെ ആര് ചെയ്യുന്നു എന്നതല്ല, ചെയ്യുന്ന പ്രവൃത്തി ശരിയോ തെറ്റോ. അതൊരു ഹൈന്ദവ സമൂഹത്തിലെ മെമ്പറാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ ഞാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. അതെന്റെ ബാപ്പയാണ് ചെയ്യുന്നതെങ്കിൽ ഉപ്പ അത് തെറ്റാണ് എന്ന് പറയാൻ ഞാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. ആ ധൈര്യം ഞാൻ ഇവിടെയും കാണിക്കും. കാരണം മഹാഭാരത യുദ്ധ പശ്ചാത്തലത്തിൽ ദുര്യോധനൻ അമ്മ ഗാന്ധാരിയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ നമ്മൾ ജയിക്കുമോ? നിഷ്പക്ഷമായി സത്യസന്ധമായി, അതാണ് ഭാരതത്തിന്റെ മാതാവ്. ശരി, അവര് പറഞ്ഞ മറുപടി, മോനെ ആര് ജയിക്കുന്നല്ല മോനെ, നീ ജയിക്കും എന്നൊരു ഭംഗിവാക്ക് അമ്മ പറയുന്നതിൽ അർത്ഥമില്ല. മോനെ യഥോ ധർമ്മസ്ഥതോ ജയ, മോനെ എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. മോനെ എവിടെയാണോ സത്യം അവിടെയാണോ വിജയം. നമ്മുടെ ഹൈക്കോടതിയുടെ ആർച്ചിൽ ഒരു വാചകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സത്യമേവ ജയതേ. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, എന്റെ അനുജത്തിമാരെ,
കള്ളം പറഞ്ഞ് ശീലിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും. എന്ത് തിക്താനുഭവം ഉണ്ടെങ്കിലും നിങ്ങളോട് ഞാൻ പറയുന്ന ചില സത്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് നമ്മൾ പറയുന്നു, ഒന്നാകണം എന്നും നമ്മൾ പറയുന്നു, ഐക്യമുണ്ടാകണം എന്നും നമ്മൾ പറയുന്നു. അപ്പൊ ഞാൻ ഒരുപാട് കാലം ആലോചിച്ച കാര്യമാണ്, ഇത് എങ്ങനെ ഉണ്ടാവും? പ്രസംഗിച്ചാൽ ഉണ്ടാവോ? പ്രസംഗിച്ചുണ്ടാക്കാൻ കഴിയും മനുഷ്യർക്കിടയിൽ. എന്റെ വലിയ തെളിവാണ് നമ്മുടെ രാജ്യത്തിലെ പല പ്രഭാഷകന്മാർ, എല്ലാ മതത്തിൽപ്പെട്ടവരും. അല്ലാമ ഇഖ്ബാൽ, സ്വാമി വിവേകാനന്ദൻ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഒരാൾ കവിയാണ്, ഒരാൾ തത്വജ്ഞാനിയാണ്. അവരെല്ലാം പറഞ്ഞിട്ടുള്ളത് ഭാരതാംബയുടെ ജ്വലിക്കുന്ന 2 കണ്ണുകളാണ് ഹിന്ദുവും മുസ്ലിമും എന്നാണ്. ഭാരതാംബയുടെ ജ്വലിക്കുന്ന 2 കണ്ണുകൾ, 2 കണ്ണാണ്. അതിനൊരു കണ്ണിന് കേടുവരാൻ പാടില്ല, ഒരു കണ്ണ് നശിച്ചു പോകാൻ പാടില്ല, ഒരു കണ്ണിന്റെ നാശം കൊതിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന വാചകങ്ങൾ ഈശ്വരീയമാണ്. ഒരു കാരണവശാലും എന്റെ വ്യക്തിപരമായ ഒന്നും ഞാൻ അതിൽ പറയില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇവിടെ ബഹുമാനരായ രാഹുൽ ഈശ്വറിന്റെ ഈ പോയിന്റുകൾ ഞാൻ പലപ്പോഴും കേട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചില പോയിന്റുകൾ. എന്തുകൊണ്ട് എന്ന ചോദ്യം. ആത്മഹത്യ വർദ്ധിക്കുന്നു എന്തുകൊണ്ട്? മദ്യപാനം വർദ്ധിക്കുന്നു എന്തുകൊണ്ട്? അതുപോലെ പരസ്പരം ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് പിതാ രക്ഷിതി കൗമാരേ ഭർത്തൃ രക്ഷിതി യൗവനെ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സ്തവരേ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹിതി. മനുസ്മൃതിയിലുള്ളതാണ്. ഭർത്താവിന്റെ സംരക്ഷണത്തിൽ കഴിയേണ്ടവളാണ് പെണ്ണ്, എല്ലാവരാലും പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടവളാണ് പെണ്ണ്. അവളെ അബലയായി ചബലയായി തള്ളപ്പെടേണ്ടവളല്ല. അമ്മമാരുടെ ദീനരോധനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊന്നാകണം, നമ്മൾക്ക് നന്നാവണം. അതിനുള്ള പരിഹാരത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രശ്നങ്ങൾ പറഞ്ഞു എല്ലാവരും. ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു, എല്ലാരും പറയുന്നു പ്രശ്നങ്ങളുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാനും നിങ്ങളോട് ചേർന്ന് കുറെ പ്രശ്നങ്ങൾ പറയാം. എന്തർത്ഥമാണ് അതിനുള്ളത്? ഒരു പ്രശ്നമുണ്ടായാൽ അതിന് പരിഹാരമുണ്ടാകണം. ആ പരിഹാരം നിർദ്ദേശിക്കാൻ നമുക്ക് സാധിക്കും. ഈ ജീവിതത്തിലെ ഏത് വിഷയത്തിനും പരിഹാരമുണ്ട്. അപരിഹാര്യമായ ഒന്നുമില്ല ലോകത്ത്. ഞാൻ ആത്മാർത്ഥമായും സത്യസന്ധമായും നിങ്ങളോട് പറയുന്നു. ഇവിടെ കൂടിയ പുരുഷാരം സാഗൂതം ഇത് കേൾക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞ എന്നോട് വാക്കുകൾ. ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞ വാചകം ചിത്രകൂടത്തിൽ വന്നപ്പോ പറഞ്ഞാണ്, മോനെ ഞാൻ പറയുന്നത് നീ കേൾക്ക്. നീ ഇങ്ങനെ വികാരം കൊള്ളല്ലേ, അച്ഛനെ കൊല്ലും എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കേൾക്കണം. സംസാരനാശിനി ആയത് വിദ്യയും സംസാരകാരിണി ആയത് വിദ്യയും സംസാരനാശിനി ആയത് വിദ്യയും. അച്ഛനെ കൊല്ലും എന്നൊക്കെ നീ പറഞ്ഞത് നിന്റെ അറിവില്ലായിരുന്നു. ഞാൻ ഒരു കാര്യം എല്ലാവരോടും പറയും. ലോകം ഇവിടെ ഒരുപാട് രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ രാജ്യങ്ങളിലൊക്കെ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. 715 കോടി മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഈ മനുഷ്യരുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് നമ്മൾ ചെന്നാൽ, സത്യസന്ധമായി നമ്മൾ വിലയിരുത്തിയാൽ ഉറച്ച തീരുമാനങ്ങൾക്കാണ് സ്ഥാനം. കളരി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഗുൻഫും കരാട്ടയും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല മഹാത്മാഗാന്ധി. രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തെ മഹാത്മാവ് എന്ന് വിളിച്ചത് ഗുജറാത്തിന്റെ പോർബന്ദറിൽ ജനിച്ച മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന അദ്ദേഹം. I was not regarded as a bright boy at high school, but I always enjoyed the affection of my teacher. Certificate of progress and character used to be sent to the parents every year. I never had a bad certificate. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. എനിക്ക് ചീത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു പൗരൻ എന്ന നിലയിൽ, നല്ലൊരു രാജ്യസ്നേഹി എന്ന നിലയിൽ, നല്ലൊരു ഭക്തൻ എന്ന നിലയിൽ, നല്ലൊരു വിപ്ലവകാരി എന്ന നിലയിൽ, വിചാരതലം വിജൃംഭിതമായ ഒരു രാജ്യത്തിന്റെ സ്നേഹവാഹൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രത്തിന്റെ പിതാവ് എന്ന നിലയിൽ മഹാത്മാഗാന്ധി ശ്രേഷ്ഠനായിരുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. നമ്മുടെ ജീവിതം സന്ദേശമല്ല. മനോഹരമായി നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിലില്ല. മനോഹരമായി നമ്മൾ എഴുതുന്നുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിലില്ല. മനോഹരമായി നമ്മൾ കവിത രചിക്കുന്നുണ്ട്, സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു. ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് നമ്മൾ പറയുന്നു. കുമാരനാശാന്റെ വരികളാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നതും മാനിഷാദ. ഭരദ്വജന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് യാത്ര ചെയ്ത വാൽമീകി ക്രൗഞ്ചമിഥുനങ്ങളിൽ സ്നേഹം പങ്കുവെക്കുന്നത് കണ്ട് അതിന് അമ്പെയ്ത് വീഴ്ത്താൻ ശ്രമിച്ച കാട്ടാളനോട് മാനിഷാദ, അരുത് കാട്ടാള, ഒരു പക്ഷിയുടെ ബ്ലഡ് പോലും ഈ ഭൂമിയിൽ വീഴരുത് എന്ന് പ്രാർത്ഥിച്ചാചരിച്ച്
രാമായണത്തിന്റെ ഇതിവൃത്തങ്ങൾ രചിച്ച വാൽമീകിയെ ഓർക്കുന്ന ഭാരതത്തോട്, ഇന്ത്യയോട്, ഇന്ത്യയിലെ ജനങ്ങളോട്, 121 കോടി ഇന്ത്യ രാജ്യത്തിലെ പൗരന്മാരോട്, ജനാധിപത്യത്തിന്റെ പ്രക്രിയ അനുസരിച്ച് സമ്മതിദാനാവകാശമുള്ള ഈ രാജ്യത്തിന്റെ മണ്ണിൽ ജനിച്ച ഒരു പൗരൻ എന്ന നിലയിൽ ജാഹിദ് ബാലുശ്ശേരിയായിട്ടല്ല ഞാൻ ഇവിടെ എണീക്കുന്നത്. വളരെ പച്ചയായ ഒരു മനുഷ്യനായി അത്ര റിസ്ക് എടുത്തിട്ടാണ് ഈ സമ്മേളനത്തിൽ ഞാൻ വരുന്നത്. എനിക്കറിയാം, ഇന്നലെ രാത്രിയുടെ 2:30 മണിയുടെ എന്റെ മുഹൂർത്തങ്ങളെ എനിക്ക് നന്നായി അറിയാം. ചോദിച്ചിരുന്നു പടച്ചവനോട്, കെഞ്ചിയിരുന്നു ലോകത്തിന്റെ നാഥനോട്, ഉടയതമ്പുരാനോട്, ഈ മുഹൂർത്തം എനിക്ക് തരണമെന്ന്, പാഴാവാത്ത മുഹൂർത്തം എനിക്ക് തരണമെന്ന്. അത് നൽകിക്കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ മനുഷ്യരാണ്, ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. എനിക്ക് പറയാനുള്ളതിനെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. നമ്മൾ ഒരച്ഛന്റെ അമ്മയുടെ മക്കളായി, ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ. ഉറച്ചാലൊരൊറ്റ തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തൻമുന്തിരി കൊത്ത മനുഷ്യവർഗം, ഒരച്ഛന്റെ അമ്മയുടെ മക്കൾ. ഗർവാപ്പസി, ആധുനിക ഇന്ത്യയിൽ നമ്മൾ മുഴങ്ങിക്കേട്ട പോസിറ്റീവും നെഗറ്റീവുമായ ചർച്ചകൾ നടന്ന ഗർവാപ്പസി എന്ന പദം ഞാൻ അംഗീകരിക്കുന്നു ആ പദത്തോട്. പക്ഷെ കുറച്ചുകൂടെ വിശാലമായി, എന്താ അത്? ഗർവാപ്പസി തറവാട്ടിലേക്ക് മടങ്ങി. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെയുള്ള സഹോദരിമാരോട് ഞാൻ ഒന്നുകൂടെ പറയുന്നു നിങ്ങളോട്, ഒരു പക്ഷേ ഇവിടെ നടക്കുന്ന പാട്ടും സംഗീതവുമായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതിനായിരിക്കും നിങ്ങൾ അസ്വസ്ഥതയോട് കാത്തുക. അതാ നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ കൂടി. ആ പാട്ടിന് കാട്ടുന്നതാണ് നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ ആത്മഹത്യ കൂടാൻ കാരണം. ആധ്യാത്മിക പ്രഭാഷണങ്ങൾക്ക് ചെവി കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടായിരുന്നു. സത്യമല്ലേ? അല്ലേ? ഞാനല്ലല്ലോ പറഞ്ഞ സത്യമല്ലേ? അല്ലാത്ത പലതും, സംഗീതത്തിന്റെ പിന്നാലെ, പാട്ടിന്റെ പിന്നാലെ, ഡാൻസിന്റെ പിന്നാലെ ഒക്കെ നമ്മൾ പോയി. നമ്മുടെ ന്യൂനതകൾ പരിഹരിക്കാൻ നമ്മൾ അന്വേഷണങ്ങൾ നടത്തിയില്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ഖുർആന്റെ വചനമുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിൽ വിശുദ്ധ ഖുർആന്റെ ഒരു വചനം, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം ഈശ്വരൻ, ദിദീപികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ലോകത്തിന്റെ നാഥൻ, അണ്ഡകടാഹത്തിന്റെ അധീശാധികാരി, അവരെ മാറ്റൂല എന്നാണ്. ആ വാചകം ഒന്ന് ആലോചിച്ച്. ഖുർആനിലെ 13-ാം അധ്യായം 11-ാമത്തെ വാചകം. എന്താ ഇതിന്റെ അർത്ഥം? സ്വയം മാറ്റത്തിന് നിങ്ങൾ തയ്യാറായാൽ ഈശ്വരൻ നിങ്ങളിൽ മാറ്റമുണ്ടാകും. നിങ്ങൾ തയ്യാറല്ലേ? അതുണ്ടാവില്ല. എന്ത് ന്യൂനത മാറണോ സ്വന്തത്തിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ സ്വന്തം ന്യൂനതകളെ തിരുത്താൻ നമ്മൾ സന്നദ്ധരാകണം. നമ്മുടെ ന്യൂനതകളെ ന്യൂനതയായി കാണാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ഒന്ന്, ഞാൻ നിങ്ങളോട് പറയണേ, എനിക്ക് സമയം കുറവായിരിക്കും ഇവിടെ എന്ന് ഞാൻ മനസ്സിലാക്കുക. ആ സമയക്കുറവ് വെച്ചുകൊണ്ട് ഞാൻ മുഖ്യപ്രഭാഷകനായി സമാപന പ്രാസംഗം എനിക്ക് 2.5 മണിക്കൂറിലധികം ക്ഷേത്രങ്ങളിൽ എനിക്ക് അവസരം ഉണ്ടാകാറുണ്ട്. ഇവിടുത്തെ അവസ്ഥയും സാഹചര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ചുരുക്കി പറയുന്നത്, നമ്മളൊന്നുമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ലേ? അല്ലേ? ഈ പുരുഷാരൊന്നുമില്ലാത്തൊരു കാലഘട്ടം, മാനവ ചരിത്രം പഠിച്ചറിയാം, മനുഷ്യരില്ലാത്ത കാലം. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കണം, അന്ന് ആകാശമില്ലേ? 7 ആകാശമില്ലേ? ഭൂമിയില്ലേ? സൂര്യനില്ലേ? ചന്ദ്രനില്ലേ? നക്ഷത്രങ്ങളില്ലേ? ഗാലക്സികളും സൗരയൂഥങ്ങളും കാട്ടാറുകളും കാനനങ്ങളുമില്ലേ? കാനനങ്ങൾ ഗർജിക്കുന്ന സിംഹങ്ങളില്ലേ? ആ സിംഹത്തിന്റെ ഗർജനം കേട്ട് ഓടി ഒളിക്കുന്ന മാൻപേടുകളില്ലേ? അന്ന് ശ്രീരാമനില്ല, ശ്രീകൃഷ്ണനില്ല, മുഹമ്മദ് നബിയില്ല, യേശുക്രിസ്തുവില്ല, ചർച്ചില്ല, അമ്പലമില്ല, ഒന്നില്ല. എങ്കിൽ ഞങ്ങളോടൊക്കെ ചോദിക്കണം, മനുഷ്യർ ഈ ഭൂമുഖത്ത് ഭൂജാതമാകുന്നതിന് മുമ്പ് ആകാശത്തെ നിർമ്മിച്ച ആ സർവശക്തൻ ആരാ? 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 ആ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനാരാ? തമീശ്വരാണം പരമം മഹേശ്വരം താം ദേവതാനാം പരമം ജദൈവതം പതിം പദീന പരമം പരസ്ഥാത് വിധാമദേവം ഭുവനേശ്വമ്യധ്യം. ശ്വേതാശ്വേതരോപനിഷത്തിലെ 6-7 വചനങ്ങൾ. എന്തായതിനർത്ഥം? നിങ്ങളൊക്കെ ആരാധിക്കുന്നവരുടെ ഒക്കെ പരമാരാധ്യൻ, ഈ ലോകത്തിന്റെ സർവശക്തനായ ജഗദീശ്വരൻ, എല്ലാവരുടെയും നാഥൻ. വളരെ പ്രധാനമായ പോയിന്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും കൃമികീടങ്ങളെയും ആനയെയും പശുവിനെയും എല്ലാം സൃഷ്ടിച്ചത് ഒരൊറ്റ ഈശ്വരനാണ്, സർവശക്തനായ പടച്ചതമ്പുരാൻ. ഏകം സത് ബഹുതാ വിപ്രാ വദന്തി യോ ദേവാനാം നാമധ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും സർവചരാചരങ്ങളുടെയും ആശ്രയത്വം ആ സർവശക്തനായ പ്രപഞ്ചനാഥനോടാണ്. ആരാണ് സൂര്യനെ ഉദിപ്പിക്കുന്നത്? അവനാണ്. ആരാണ് ചന്ദ്രന്റെ നിലാവലകൾ നൽകുന്നത്? അവനാണ്. ആരാണ് ഭൂമിയെ നിലനിർത്തുന്നത്? അവനാണ്. ആരാണ് മനുഷ്യന് വായു നൽകിയത്? അവനാണ്. ആരാണ് മനുഷ്യന് വെള്ളം നൽകിയത്? അവനാണ്. അവൻ അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹ്. ബഹുമാനനായ ഫാദർ ഇവിടുന്ന് അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം പോയിട്ടുണ്ടാവും. അറബി ബൈബിളിൽ അള്ളാഹു എന്നാണ് ബൈബിളിൽ ദൈവത്തെ പറ്റി പറയുന്നത്. അറബി ബൈബിൾ കണ്ടിട്ടുണ്ടാവും പലരും. അറബി ബൈബിളിൽ പ്രപഞ്ചത്തിന്റെ നാഥനെ അള്ളാഹു, അൽ ഇലാഹ് എന്നാണ് അതിന്റെ അർത്ഥം. സാക്ഷാൽ ആരാധ്യൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ സാധാരണ നാരായണ നാരായണ, അതിന്റെ അർത്ഥം അറിയുന്ന എത്ര ആളുണ്ടാവും?
നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർക്കിടയിൽ എന്നത് എനിക്ക് സംശയമാണ്. നാരായണ എന്ന പദത്തിന്റെ അർത്ഥം നരകൃത ശുഭാശുഭഗ്രാഹിയായുള്ളവൻ ആരോ അവൻ. മനുഷ്യന്റെ ഹൃദയത്തിലെ ശുഭ അശുഭങ്ങളെ അറിയുന്ന സർവശക്തൻ എന്നാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിലാണോ എന്ന് കാണുന്നത്? ആണോ? ആ അർത്ഥത്തിലാണോ വിശ്വാസം? പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ പറയും. ലോകത്തിന്റെ നാഥനെ പഠിക്കുക. ഹിന്ദുവിനൊരു ദൈവമില്ല, മുസ്ലിമിന് വേറൊരു ദൈവമില്ല, ക്രിസ്ത്യാനിക്ക് വേറൊരു ദൈവമില്ല, നിങ്ങൾക്കും എനിക്കും ഒറ്റ ദൈവം. ആ തിരിച്ചറിവ് എന്നുണ്ടാകുന്നു അന്ന് മനുഷ്യർ ഐക്യത്തിന്റെ സമ്മേളനത്തിലേക്ക് വരും. അവനും ഗർവാപസിയുടെ ആരംഭം തുടങ്ങും. ആദ്യത്തെ അച്ഛനും അമ്മയും ശിവപാർവതി സങ്കല്പമുണ്ട് ഭാരതത്തിൽ. ആദം ഹവ്വ ദമ്പതികൾ, സെമിറ്റിക് മതങ്ങളുടെ സങ്കല്പം അത്. ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ് നമ്മളൊക്കെ. ആ ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ് നാമെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യർ വിന്യസിച്ചതാണ് എങ്കിൽ ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും, ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും. ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം, ലോകാണ് തറവാട്. ഇപ്പൊ ഞാന് സൗദി അറേബ്യയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇന്നലെ ഞാൻ ഖത്തറിലായിരുന്നു. സുഹൃത്തുക്കളെ, സൗദി അറേബ്യയിൽ പ്രവാചകൻ നടത്തിയ മാഗ്ന കാർട്ട, ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം. അതിൽ അദ്ദേഹം പറഞ്ഞ വാചകം എന്താണെന്നറിയോ? സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട്, പരിശുദ്ധമായ അറഫയിൽ നിന്നുകൊണ്ട്, ഹജ്ജിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം നടക്കുന്ന മൈതാനത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ ലോകത്തോട് പറഞ്ഞൊരു വാചകമുണ്ട്. ലാ ഫദല ലി അറബിയ്യിൻ വലാ അജമി. കറുത്തവന് വെളുത്തവനേക്കാളും, അറബിക്ക് അനറബിയേക്കാളും, അറബി അല്ലാത്ത രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ, നമ്മൾ ഇന്ത്യക്കാര്, വേറെ രാജ്യക്കാര്, ആ രാജ്യത്ത് ജീവിക്കുന്നവരും ഒരു വ്യത്യാസവുമില്ല. പാകിസ്ഥാൻകാരനായാലും ഇന്ത്യക്കാരനായാലും സൗദിക്കാരനായാലും മനുഷ്യരാണ്. പ്രവാചകൻ പറയാണ് 1450 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പറയുന്നത്. ഉറക്കത്തു നിന്ന് അദ്ദേഹം എഴുന്നേക്കും, ദൈവത്തിന്റെ മുമ്പിൽ കൈകെട്ടി നമസ്കരിക്കാൻ. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നന്നാസ കുല്ലുഹും ഇഖ്വ, ഇന്നന്നാസ കുല്ലുഹും ഇഖ്വ. മനുഷ്യരൊക്കെ സഹോദരങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ജാതീയതയില്ല, വിശുദ്ധ ഖുർആനിൽ ജാതീയതയില്ല, കക്ഷിത്വം ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. എന്തുകൊണ്ടില്ല? വിശുദ്ധ ഖുർആൻ മനുഷ്യരെ എന്നാ വിളിക്കുന്നത്. 21 സ്ഥലത്ത് ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, ഖുർആനിലെ 4-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആനിലെ 7-ാം അധ്യായം 158-ാമത്തെ വചനം, ഖുർആനിലെ 22-ാം അധ്യായം 1, 2, 3, 5, 9, 11, 73 വചനങ്ങൾ. മനുഷ്യരെ, ആ വിളിയിൽ എന്ത് വർഗീയത ഉള്ളത്? പാശ്ചാത്യരെ, പൗരസ്ത്യരെ, കറുത്തവരെ, ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, ശൂദ്രരെ, വൈശ്യരെ എന്നൊരു വിളിയില്ല. മനുഷ്യരെ എന്ന വിളി, ആ വിളി നമ്മളോടാണ്, ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരോടുമാണ്. എന്നിട്ട് ഖുർആൻ ഒരു കാര്യം പറഞ്ഞു. ശ്രീനാരായണ ഗുരു അത് ഉൾക്കൊണ്ടു. ഖുർആനിന്റെ ആ സന്ദേശം ശ്രീനാരായണ ഗുരു ലോകത്തോട് പറഞ്ഞു. അതിനൊരു കാരണമുണ്ടായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ലീഡർ, പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവിന്റെ സഹയാത്രികനായി, സുഹൃത്തായി. അവരുടെ ക്ലാസുകൾ അവർ പരസ്പരം കേട്ടിരുന്നു. അതുകൊണ്ടാണ് ആലുവ മണൽത്തിട്ടയിലെ മഹാസമ്മേളനത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്ന സമ്മേളനത്തിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി മാനവ മൈത്രി സമ്മേളനത്തിന്റെ ഇസ്ലാമിക പ്രതിനിധിയായി. മനുഷ്യരെ ഒന്നായി കാണാൻ, മനുഷ്യർക്ക് ഒന്നാണെന്ന് വെറും വാക്ക് പറയാനല്ല, മാധവനെയും സുരേന്ദ്രനെയും കാണുമ്പോൾ ദേഷ്യം പിടിക്കാൻ, കോപമുണ്ടാകാൻ നമുക്ക് സാധ്യമല്ല, വെറുക്കാൻ കഴിയില്ല. ആശയപരമായ വിയോജിപ്പുകൾ ഉണ്ടാവും, അതുണ്ടാവണം. അവിടെ മനുഷ്യന്റെ പ്രത്യേകത. അദ്വൈത ദർശനം, ദ്വൈത ദർശനം, വിശിഷ്ടാദ്വൈതം, മൂന്നും വിഭിന്നമാണ്. 3 പേരും പരസ്പരം ആശയ സംഘടനം ഏർപ്പെട്ടിട്ടുണ്ട്. തമ്മിൽ ഉന്മൂലന ഭീഷണിയല്ല. സ്കനാദമുനിയുടെ വൈശേഷികം, ചാർവാകമതം ശുദ്ധ നിരീശ്വരത്വമാണ്. അതൊക്കെ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ രാജ്യത്തിന്റെ ഓരോ കാൽവെപ്പുകളിലും നമുക്ക് പങ്കാളിത്തമുണ്ട്. ഇവിടെ ജനിച്ച ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൈനനും ബൗദ്ധനും അവർക്ക് ഈ രാജ്യത്തിന്റെ മണ്ണിലുള്ളവരാണ്, ഈ രാജ്യക്കാരാണ്. ഇതിന്റെ വായു ശ്വസിച്ചവരാണ്, ഇതിന്റെ വെള്ളം അനുഭവിച്ചവരാണ്, ഇതിന്റെ സൗന്ദര്യം ആസ്വദിച്ചവരാണ്, ഇതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. ഒരു ദുരഭിമാനവും നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുരഭിമാനത്തിന്റെ കപ്പലുകളിൽ കയറി യാത്ര ചെയ്യേണ്ടവരല്ല നമ്മൾ. ആകാശഗംഗകളിൽ ദുരഭിമാനത്തിന്റെ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകേണ്ടവരല്ല നമ്മൾ. ഡെപ്തുള്ള നോളജ്, ഡെപ്തുള്ള ചിന്ത, മനുഷ്യ സഹജമായ ബോധത്തിൽ നിന്നുകൊണ്ടുള്ള ചിന്ത അതുണ്ടാവണം. അതിനൊന്നാമതായി ലോകത്തോട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ 195 മുതൽ 206 വരെയുള്ള പേജിൽ അറേബ്യയെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, മുഹമ്മദ്, പ്രൊഫറ്റ് മുഹമ്മദ് ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യണ സമുന്നിത, മുഹമ്മദ് ഇതിക്കാതെ ശിഷ്യശാഖ സമുന്നിതം എന്ന് ഭവിഷ്യത് പുരാണത്തിൽ കൃഷ്ണദ്വൈപായന വേദവ്യാസൻ പറഞ്ഞ അവിശ്വാചാര്യൻ, മാനവികതയുടെ പ്രവാചകൻ.
അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ അവർ പറഞ്ഞത് 23 കൊല്ലം കൊണ്ട് ലോകത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ശുദ്ധമായ ഏകദൈവാരാധനയായിരുന്നു. ശുദ്ധമായ ഏകദൈവാരാധന. ആ ഏകദൈവാരാധന മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിച്ചു. നിങ്ങളെല്ലാം ആലോചിച്ചു നോക്ക്. ഭൂമിയെ നമുക്ക് പരത്തി തന്നവൻ, ഉരുണ്ട ഗോളത്തെ 30 സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഭൂമിയെ നമുക്ക് സംവിധാനിച്ചു തന്ന ലോകത്തിന്റെ നാഥൻ, നമ്മുടെ നാഥൻ, ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, മനുഷ്യരുടെ നാഥൻ, കൃമികീടങ്ങളുടെ നാഥൻ, ഏകകോശജീവിയായ ഹമീബ മുതൽ ബഹുകോശജീവിയായ നീലത്തിമികലത്തെ വരെ സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ. ആ ലോകത്തിന്റെ നാഥനെ മനുഷ്യർ അംഗീകരിച്ചില്ല. ആ ലോകത്തിന്റെ നാഥനിലേക്ക് മനുഷ്യർ പഠിച്ചില്ല. ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. 108 ഉപനിഷത്താണ് ഏറ്റവും പ്രധാനം. 108 ഉപനിഷത്തും കയ്യിലുള്ള ഒരാളാണ് ഞാൻ. ചതുർവേദങ്ങൾ കൈവശം വെച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അബദ്ധങ്ങൾ ഉണ്ടാകാം. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചവനല്ല. നേരെ മറിച്ച് സന്യാസിമാരുമായി എനിക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ കുഞ്ഞുനാളിൽ, എന്റെ സ്കൂൾ പഠനത്തിൽ ഞാൻ നന്നായി ശ്രമിച്ചിട്ടുണ്ട് ഭാരതീയ ദർശനത്തെ കുറിച്ച് പഠിക്കാൻ. ഭാരതീയ ദർശനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരനായി പഠിക്കാൻ, ഒരു മുസ്ലിമായി പഠിക്കാനല്ല. അന്ന് ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ആ പഠനത്തിൽ ഇന്ത്യക്കാരനായി. ജീവിതത്തിന്റെ വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും ആചാരങ്ങളിലും ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായി ഞാനൊരു മുസ്ലിമായി ജീവിച്ചു. അതെന്റെ വീക്ഷണമാണ്. ഹരേ റാം ഹരേ റാം ഹരേ റാം എന്ന് പറഞ്ഞിട്ടാണ് ഗാന്ധിജി മരിക്കുന്നത്. ഹരേ റാം എന്ന് പറഞ്ഞിട്ടാണ് ഗോഡ്സെ കൊല്ലുന്നത്. ഈ 2 ശബ്ദങ്ങളുടെയും അർത്ഥത്തിന്റെ വ്യത്യാസങ്ങളെ ഭാരതീയർ ശരിക്കും ഉൾക്കൊള്ളേണ്ട കാലഘട്ടമാണ്. ഞാൻ പറയുന്നത് സത്യസന്ധമായ വീക്ഷണങ്ങളെ, സത്യസന്ധമായ സമീപനങ്ങളെ വിലയിരുത്തുമ്പോൾ ബഹുമാനനായ ഫാദറിന്റെ, അദ്ദേഹം ഉൾക്കൊള്ളുന്ന സത്യവേദ പുസ്തകത്തിന്റെ അകക്കാമ്പിൽ ഒരു മഹനീയമായ ശബ്ദമുണ്ട്. ഈസാ അലൈഹിസ്സലാം, ജീസസ് ക്രൈസ്റ്റ് ലോകത്തോട് പറഞ്ഞ മനോഹരമായ ഒരു വാചകം. ഗുരു പ്രഭു ഏറ്റവും പ്രഥമമായ ലോകത്തോട് ഒരു പ്രവാചകൻ എന്ന നിലയിൽ യേശു ക്രിസ്തുവിനോടാ പറയുന്നത്. നിങ്ങൾക്ക് ലോകത്തോട് പറയാനുള്ള വാചകം എന്താണ്? ലോകത്തോട് പറയാനുള്ള വാചകം എന്താണ്? അതിന് അദ്ദേഹം പറഞ്ഞ വാചകം, ഇസ്രായേലേ ഇസ്രായേലേ കേൾക്ക, ശമ്മ ഇസ്രായേല അഡോണയ എലോഹിൻ അഡോണയ. നമുക്ക് തിരിയാത്തൊരു ഭാഷയാണ്, പക്ഷെ നമുക്ക് തിരിയുന്ന ഭാഷയിൽ മലയാളീകരിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? ശമ്മ ഇസ്രായേല അഡോണയ എലോഹിൻ അഡോണയ. ഇസ്രായേൽ സമൂഹമേ, നിങ്ങൾ കേൾക്ക, നമ്മുടെ ദൈവമായ, അദ്ദേഹം അങ്ങനെയാ പറഞ്ഞു, ഞാനും നിങ്ങളും ഒരു ദൈവത്തിന്റെ അടിമകളാണ്. ഞാൻ ദൈവമല്ല, ഞാൻ ദൈവത്തിന്റെ പുത്രനുമല്ല, ഞാൻ ദൈവത്തിന്റെ അടിമയാണ്. നമ്മളൊക്കെ ആരാധിക്കേണ്ടത് ഒറ്റ ദൈവത്തെയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ, അവരേന്നല്ല, അവനെ, സിംഗുലറാണ്, പ്ലൂറൽ അല്ല, അവനെ. അല്ലേ? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ വിശ്വരൂപത്തെ സൃഷ്ടിച്ച സർവശക്തൻ ഏകനാണ്. നമ്മുടെയൊക്കെ സൃഷ്ടാവ് ഏകനാണ്. അതാ പറയുന്നത്, അവനെ ആരാധിക്കാനാ പറയുന്നത്. പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാചകത്ത് പറയുന്നത്, മിസ്രീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമാരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. ബൈബിളിലുള്ള വാചകമാണ്, കൃത്യമാണ്, വ്യക്തമാണ്. അല്ലേ? ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ തക്കിൽ എന്താ പറയുന്നത്? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ബുധസ്യ ജാതപതിരേക ആസീത് സഥാചാര പൃഥിവീം ദ്യാമദേവായ കശ്മീ ദേവായ ഹവിഷാമി ദേവാ. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ഈശ്വരനെ കുറിച്ചാ പറയുന്നത്. സകല ജീവജാലങ്ങളും അവനെ ആശ്രയിക്കുന്നു. ആരെ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഒക്കെ അവനെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക എന്ന് ലോകത്തെല്ലാ വേദവും പറയുന്നു. അപ്പൊ നമ്മൾ ഒന്നാകും. അടിസ്ഥാനപരമായി നമ്മൾ ഒന്നാവും. അല്ലെങ്കിൽ എന്നും മാനവമൈത്രി സമ്മേളനം നടക്കും, മനുഷ്യരെ ഐക്യപ്പെടില്ല, ആത്യന്തികമായി ഐക്യപ്പെടില്ല. ആത്യന്തികമായി ഐക്യപ്പെടണമെങ്കിൽ മനുഷ്യന്റെ ആരംഭത്തെ കുറിച്ച് പഠിക്കണം. മനുഷ്യർ ഒന്നായിരുന്നു പഠിക്കണം. ആദ്യത്തെ 10 തലമുറ ശുദ്ധമായ ഏകദൈവാരാധകരായിരുന്നു എന്ന് പഠിക്കണം. പിന്നെ മനുഷ്യരെയും സൃഷ്ടികളെയും ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ മതങ്ങളുണ്ടായി, ദർശനങ്ങൾ വിഭിന്നമായി, വിശ്വാസങ്ങൾ വിഭിന്നമായി, നമുക്ക് തല്ലേണ്ടി വന്നു. ശരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ലോകത്ത് എല്ലാവരും വിമർശിക്കുന്ന ഒരു മതമായി ഇസ്ലാം, മുസ്ലിങ്ങളൊക്കെ മാറി. ഞാൻ ആ ഭാഗം സൂക്ഷ്മമായി പറയുന്നില്ല, സമയമില്ല. നിങ്ങൾ എന്റെ പ്രഭാഷണം സൈറ്റിൽ കയറി ടെമ്പിൾ സ്പീച്ച് എന്ന് പറഞ്ഞാൽ വിപുലമായ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കേട്ടാൽ മതി. അത് എനിക്ക് പറയാൻ കഴിയുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു നിങ്ങളോട്,
ലോകത്തെവിടെയെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ ഉണ്ടോ? ലോകത്തെവിടെയെങ്കിലും ഒരു പള്ളിയിൽ, ലോകത്തെവിടെയെങ്കിലും? അതുകൊണ്ട് തന്നെ അത് തകർക്കപ്പെട്ടതിന്റെ പേരിൽ ഒരു ഹിന്ദുവിനും മുസ്ലിമിനും തമ്മിൽ തല്ലേണ്ടി വന്നിട്ടുണ്ടോ? ഒരു ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും തമ്മിൽ തല്ലേണ്ടി വന്നിട്ടുണ്ടോ? ഒരു ജൂതനും മുസ്ലിമിനും തല്ലേണ്ടി വന്നിട്ടുണ്ടോ? മുഹമ്മദ് നബിയുടെ ഒരു പ്രതിമ തകർത്തു, ഒരു കമ്മ്യൂണൽ റയോട്ട് ഉണ്ടായി, എന്നിട്ട് ഒരു ഹൈന്ദവനെ ഒരു മുസ്ലിമിനെ കൊല്ലേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ സുഹൃത്തുക്കളെ? അല്ലേ, വലിയൊരു കാര്യമല്ലേ? ഒറീസയിൽ യേശുവിന്റെ പ്രതിമ നശിപ്പിക്കപ്പെട്ടപ്പോൾ പരസ്പര തല്ലുണ്ടായില്ലേ? BR അംബേദ്കറിന്റെ പ്രതിമ വെച്ച് ആരാധിച്ചപ്പോൾ പ്രശ്നമുണ്ടായില്ലേ? രൂപങ്ങളില്ലാത്ത സർവശക്തനായ റബ്ബിനെ ആരാധിക്കാൻ വേദം പറഞ്ഞിട്ടില്ലേ? കേനോബിനേഷ് പ്രഥമവല്ലിയിലെ 6-7 ശ്ലോകം നിങ്ങൾ വായിച്ചു നോക്ക്. അതിന്റെ അർത്ഥം എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട അമ്മമാർക്കറിയും? അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നീ ഭക്തി ആദരവോടെ ഏതൊരു ബിംബത്തിന്റെ മുമ്പിലാണോ കൈകൂപ്പി നിൽക്കുന്നത്, അത് നിന്റെ സാക്ഷാൽ ഈശ്വരനല്ല. നിന്റെ കണ്ണുകൊണ്ട് കാണാനാവാത്ത, നിന്റെ കണ്ണിന് ദർശനം നൽകിയ ലോകത്തിന്റെ നാഥനെയാണ് നീ പൂജിക്കേണ്ടത്, ആരാധിക്കേണ്ടത്. ഈ തത്വമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഈ തത്വമാണ് ഗോത്രവയക്കിൽ കഴിഞ്ഞിരുന്ന അറബികളെ ഒന്നിപ്പിച്ചത്. നിങ്ങൾ നോക്ക്, ലോകത്ത് മുഹമ്മദ് നബി ഞാൻ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ ഞാൻ രാഹുൽ ഈശ്വറൊക്കെ ഇതുപോലെ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ വീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ക്രിസ്ത്യാനികളായ ആളുകളുമായി എനിക്ക് സംസാരിക്കേണ്ടി വന്നപ്പോ ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് മുഹമ്മദ് നബിയോട് ഇഷ്ടമാണോ വെറുപ്പാണോ? നേരെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സത്യസന്ധമായി പറയണം, മനസാക്ഷി കുത്തില്ലാതെ പറയണം. നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ ഇഷ്ടമാണോ വെറുപ്പാണോ? അവരെന്നോട് ആത്മാർത്ഥമായി പറഞ്ഞു, ഞങ്ങൾക്ക് വെറുപ്പാണ്. ഞങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കി. ഞാൻ തിരിച്ചവരോടൊരു ചോദ്യം ചോദിച്ചു, എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് വെറുപ്പാണോ ഇഷ്ടമാണോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? യേശു ക്രിസ്തുവിനെ കുറിച്ചൊരു മുസ്ലിമായ എന്റെ അഭിപ്രായം, എനിക്ക് വെറുപ്പാണോ ഇഷ്ടമാണോ? അപ്പൊ അവരെന്നോട് ഒന്നടങ്കം പറയാണ്, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ വെറുക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മതത്തിൽ ഒരു പ്രവാചകനെയും വെറുക്കരുത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെറുക്കുന്നില്ല എന്നറിയാം. എങ്കിൽ ഞാൻ ചോദിച്ചു, അതല്ലേ ബെറ്റർ? നിങ്ങൾക്ക് ഒരു ഉദാഹരണം കൂടെ പറയാം. കാസർഗോഡ് ജില്ലക്കാരനായ ഹനീഫ എന്നൊരു പയ്യൻ എന്നെ ദുബായിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ ക്രിസ്തു മതം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, മോനെ ഏത് മതം സ്വീകരിക്കണം, ഏത് സ്വീകരിക്കരുത് എന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ് 25, 26, 27, 28 ഖണ്ഡിക ഏത് മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കുന്നു, നീ മുസ്ലിമായ കാലത്ത് മുഹമ്മദ് നബിയോട് നിനക്ക് വെറുപ്പായിരുന്നു? ഞാൻ പറഞ്ഞു, അല്ല. യേശു ക്രിസ്തുവിനോട് നിനക്ക് വെറുപ്പായിരുന്നു? അല്ല. മോസസ് പ്രവാചകനോട്, 10 കമാൻഡ്മെന്റ്സിന്റെ പ്രവാചകനോട് നിനക്ക് വെറുപ്പായിരുന്നു? അപ്പോഴും അവൻ പറഞ്ഞു, അല്ല. ഞാൻ ചോദിച്ചു, നീ ഇപ്പൊ ക്രിസ്ത്യാനിയായി, നിനക്ക് മുഹമ്മദ് നബീനോട് വെറുപ്പാണോ, മൂസാ നബീനോട് വെറുപ്പാണോ? പറഞ്ഞു, രണ്ടുപേരോടും വെറുപ്പാണ്. മുസ്ലിം ആയ കാലത്ത് 3 പ്രവാചകന്മാരോടും വെറുപ്പില്ല. ക്രിസ്ത്യാനി ആയപ്പോ നിനക്ക് 2 പ്രവാചകന്മാരോട് വെറുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഇസ്ലാമിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയുമോ? യേശു ക്രിസ്തുവിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു മുസ്ലിം പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? അലൈഹിസ്സലാത്തു വസ്സലാം. യേശു ക്രിസ്തുവിന് ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ. ആ മുസ്ലിമിന്റെ മനസ്സിൽ ക്രിസ്ത്യാനോട് വെറുപ്പുണ്ടാവൂ? നിങ്ങൾ ചിന്തിച്ചോളൂ, നിങ്ങൾ ആലോചിച്ചോളൂ. നിങ്ങൾക്ക് ബുദ്ധിയുള്ളവരാണല്ലോ, പഠിച്ചവരാണല്ലോ. മൂസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയണം. ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ. ക്രൈസ്തവ ലോകത്ത് മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ സുഹൃത്തുക്കളെ, യേശു ക്രിസ്തുവിനെ ചീത്ത പറഞ്ഞുകൊണ്ട് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. യേശു ക്രിസ്തുവിനെ മോശക്കാരനാക്കിക്കൊണ്ട് നോക്കി, എവിടെ നോക്കി എല്ലാരും ഇത്ര പോകുന്നൊരു കടലാസ് മുസ്ലിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും എഴുതിയിട്ടില്ല. യേശു ക്രിസ്തു മോശമായിരുന്നു എന്ന് പറയുന്ന ഒരു പദം എഴുതിക്കൊണ്ടൊരു പുസ്തകം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ക്രൈസ്തവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ കാര്യമൊന്നുമല്ല അത്. ചിന്തിക്കുന്നവർക്ക് ചെറിയ കാര്യമല്ല. ഞാൻ വെറുതെ പറയല്ലേ. ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചോ, നിങ്ങൾക്കറിയാലോ മുസ്ലിങ്ങൾ പശുവിനെ ആരാധിക്കൂല. എന്നാ പശുവിനെ ആരാധിക്കുന്നവർ മുസ്ലിങ്ങൾ കൊന്നിട്ടുണ്ടോ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, പശുവിനെ സൗദി അറേബ്യയിലും അമുസ്ലിമിന്റെ റൂമിൽ വെച്ച് ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സൗദി അറേബ്യയിൽ വെച്ച് ഒരു അമുസ്ലിം കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്റെ ശിവാനേട്ടൻ, എന്റെ ഏറ്റവും വലിയ അയൽവാസി, സൗദി അറേബ്യയിലാണ്, ജിദ്ദയിലാണ്, പരിശുദ്ധ ഹറമിനോട് ഏറ്റവും ചേർന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ ആരാധനയുണ്ട്. അദ്ദേഹം BJP കാരനാണ്. അദ്ദേഹത്തിന്റെ റൂമിൽ അദ്ദേഹം ആരാധിക്കുന്നു. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, പന്നിയിറച്ചി ഇസ്ലാമിന് ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലായി, തിന്നാൻ പാടില്ല. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിനെ പന്നിയിറച്ചി തിന്നതിന്റെ പേരിൽ മുസ്ലിങ്ങൾ കൊന്നിട്ടുണ്ടോ, തല്ലിയിട്ടുണ്ടോ? എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ യാത്രക്കിടയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നിങ്ങളോട് പറയണേ. ബ്രിട്ടീഷ് മാർക്കറ്റുകളുണ്ട്, അവിടെ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്.
ആ സൂപ്പർ മാർക്കറ്റിൽ കാട മാംസം, ചിക്കൻ, മട്ടൻ, ബീഫ് ഒക്കെ ആ കൂട്ടത്ത് പന്നിയിറച്ചി മുക്കുന്നുണ്ട്. ഈ പന്നിയിറച്ചി വാങ്ങിക്കുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിനോട് ഇസ്ലാമിക രാജ്യം ഖുർആനിക പ്രകാരം പന്നിയിറച്ചി ഹറാമാണ്, തിന്നാ എന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ അത് ഇസ്ലാമിന്റെ സഹിഷ്ണുത തന്നെയാണ്. ഇസ്ലാം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, വലാ തസുബ്ബുല്ലദീന യദൂന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ മറ്റു മത വിശ്വാസികൾ ആരാധിക്കുന്ന ആരാധ്യ കഥാപാത്രങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത്. ഖുർആന പറയുന്നത് മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ മൂർത്തികളെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. ഖുർആന പറയുന്നത്. പിന്നെ എങ്ങനെ ഭീകരവാദം ഉണ്ടാവും? ടോണി ബ്ലെയർ, ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ പറയുന്ന ഒരു കാര്യമുണ്ട്. ടോണി ബ്ലെയർ പറയുന്നത് IS ഉണ്ടാക്കി ഞങ്ങളാണ്. ടോണി ബ്ലെയർ ലോകത്തോട് പറഞ്ഞാണ്, നിങ്ങൾ ആരും കേട്ടില്ലേ? അതിന് വലിയ പ്രാധാന്യമൊന്നും ലോകത്തുണ്ടാവില്ലല്ലോ. ടോണി ബ്ലെയർ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇറാഖിന്റെ, പലസ്തീനിന്റെ, ചെച്നിയയുടെ, ഗോസഡോവയുടെ, ലബനാനിന്റെ, ഗാസയുടെ മണ്ണിൽ ബോംബ് കൊണ്ടുപോയി തുപ്പിയ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. അതിന്റെ അനന്തരഫലമാണ് IS. അനീതി എവിടെ ഉണ്ടോ അവിടെ തീവ്രവാദങ്ങൾ ഉണ്ടാവും, ഭീകരവാദങ്ങൾ ഉണ്ടാവും. തീവ്രവാദവും ഭീകരവാദത്തിനും മതല്ല. ഇല്ല, മതല്ല. തീവ്രവാദത്തിനും ഭീകരവാദത്തിനും മതല്ല. മനുഷ്യനെ കൊല്ലാൻ കഴിയോ? ഞങ്ങളോട് ചോദിക്കുക, ഖുർആൻ നിങ്ങൾ വായിച്ചോളൂ, ഞാൻ തരാം നിങ്ങൾക്ക്. എത്ര കോപ്പി വേണം ഞങ്ങൾ തരും നിങ്ങൾക്ക്. ഒരൊറ്റ വാചകം, അമുസ്ലിമിനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു വാചകം ഖുർആൻ ഇല്ല. ഞാനൊരു വലിയ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു സ്വാമിജി പാവായിരുന്നു. പാവാണ്. ആരാ പാവമില്ലാത്തോടെ സുഹൃത്തുക്കളെ? അറിവില്ലായ്മ കൊണ്ട് പലർക്കും പലതും സംഭവിക്കുന്നുണ്ട്. സ്വാമിജി പറഞ്ഞു, എനിക്ക് ഇസ്ലാമിനോടും ഖുർആനോടും ഒക്കെ ഇഷ്ടമാണ്, പക്ഷേ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ആ സമയത്ത് എന്റെ ഊഴമായിരുന്നു രണ്ടാമത്തെ. ഞാൻ എഴുന്നേറ്റ് അൽഹംദുലില്ലാ, സർവസ്തുതിയും ലോകനാഥനാണ്. കാരണം എന്താ? ഖുർആനിൽ അമുസ്ലിമിനെ കൊല്ലാൻ പറഞ്ഞൊരു വാചകം ഞാൻ ഒരുപാട് കാലമായി അന്വേഷിക്കുന്നു. എത്ര പരതിയിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അത് സ്വാമിജി കണ്ടു എന്നാ പറയണേ. ഞാൻ സ്വാമിജിനോട് ഇതാ ഖുർആൻ നിങ്ങളൊന്ന് കാണിക്കണം. സ്വാമിജി വിറക്കാൻ തുടങ്ങി. അത് എന്നോട് പറഞ്ഞു, മോൻ ക്ഷമിക്കണം. ഒരുപാട് ആളുകളും വിശ്വസ്തരും പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു പോയതാ, കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, സ്വാമിജി അങ്ങനെയല്ല ഖുർആനിലുള്ളത്. ലാ യൻഹാകുമുല്ലാഹ് അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ വലൻ യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഖുർആന്റെ 60-ാം അധ്യായം. നിങ്ങൾക്ക് ഈ അധ്യായ നമ്പർ പറയുന്നതിനാണ് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. 60-ാം അധ്യായം 8-ാമത്തെ വചനം. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളോട് മൈത്രിയിൽ കഴിയുന്ന അമുസ്ലിങ്ങളോട് ആരായാലും അവരോട് നിങ്ങൾ പുണ്യം ചെയ്യണം. അൻതബറൂഹും, നിങ്ങൾ അവർക്ക് പുണ്യം ചെയ്യണം. വതുഖ്സിതു ഇലൈഹിം, അവരോട് നീതിയോടുകൂടി പ്രവർത്തിക്കണം. അത് പടച്ചോന് ഇഷ്ടമാണ്. നിങ്ങൾ ഒരിക്കലും അവരുമായി ഏറ്റുമുട്ടരുത് എന്ന് ഖുർആൻ പറയണം. ഒന്നാമത്തെ ഖുർആനിലെ യുദ്ധം തന്നെ എന്തിനു വേണ്ടി അറിയുന്നത്? സന്യാസി മഠങ്ങൾ തകർക്കുന്നവർക്കെതിരെയായിരുന്നു ഒന്നാമത്തെ യുദ്ധം. ഖുർആനിലെ 22-ാം അധ്യായം 40-ാമത്തെ വചനം. ഖുർആൻ പറയുന്നത് ക്രിസ്തീയ ദേവാലയങ്ങൾ തകർക്കപ്പെടുമായിരുന്നു ബദർ ഉണ്ടായിട്ടില്ലെങ്കിൽ. അത് മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. ഓരോ മതവിശ്വാസിയുടെയും മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു അത്. ശരിക്കും മനസ്സിലാക്കുക. ഖുർആനാ പറയുന്നത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. ബദർ യുദ്ധത്തിൽ മുഹമ്മദ് നബി ആയുധമെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, ആയുധമെടുത്ത എന്തിനാ? ഓരോരുത്തരുടെ മതസ്വാതന്ത്ര്യത്തിന്. അതായത് ഇന്ന മതം ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ ഖുറൈശികൾ പറഞ്ഞു. വേറെ ഒരു മതവും ഇവിടെ വളരാൻ പാടില്ലായിരുന്നു. അപ്പൊ പ്രവാചകൻ അത് ശരിയല്ല, പൗരസ്വാതന്ത്ര്യത്തിനെതിരാണത്. പൗരസ്വാതന്ത്ര്യം ഹനിക്കുകയും 13 വർഷം ക്ഷമിച്ചതിനു ശേഷം രാജ്യത്തിന്റെ ഭരണാധികാരിയും ചെയ്തപ്പോ അദ്ദേഹം ആയുധമെടുത്തു. ആർക്കെതിരെ? രാജ്യദ്രോഹികൾക്കെതിരെ. അതുപോലെ ഓരോരുത്തരുടെ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവർക്കെതിരെ പ്രവാചകൻ യുദ്ധം ചെയ്തു. ഇനി നിങ്ങൾക്കറിയാം ഇസ്ലാമിന്റെ യുദ്ധം എങ്ങനെയായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പട്ടാളത്തെ അയക്കുമ്പോ അവരെ കൂട്ടത്തിൽ നടുവിൽ വന്നിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്. നോക്ക്, പട്ടാളക്കാരോട് പറയണം, നോക്ക്, ദൈവത്തിന്റെ നാമത്തിൽ, എന്റെ ചര്യയിൽ, എന്റെ മാതൃകയിൽ ഒരു കാരണവശാലും അതിക്രമം ഉണ്ടാകരുത് കേട്ടോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ 5 കാര്യങ്ങൾ, 5-6 കാര്യങ്ങൾ നിങ്ങൾ കേട്ടോളൂ. ഒരു കാരണവശാലും ശത്രുപക്ഷത്തെ കുട്ടികളെ കൊല്ലരുത് കേട്ടോ. ഒരു കാരണവശാലും ഒരു ന്യായവും നിങ്ങൾ എന്നോട് പറയരുത്. നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ഏത് മതസമൂഹമാകട്ടെ, മതമില്ലാത്തവരാകട്ടെ, അവരുടെ കുട്ടികളെ ഒരിക്കലും നിങ്ങൾ വധിക്കരുത്, അവരെ നശിപ്പിക്കരുത്. ഇതാണ് എനിക്ക് നിങ്ങളോട് ഒന്നാമതായി. വീണ്ടും അദ്ദേഹം അവരുടെ കൂടെ നടക്കും. വീര്യത്തോടുകൂടി നടന്നു പോകുന്ന പട്ടാളക്കാരോട് വീണ്ടും നോക്കിയേ, ശത്രു സൈന്യത്തിലെ ഒരു സ്ത്രീക്ക് നേരെയും ഒരു കള്ളക്കണ്ണിന്റെ നോട്ടം നിങ്ങൾ നോക്കരുത്. അവരെ ആക്രമിക്കരുത്, അവരെ കൊല്ലരുത്, അവരെ നിങ്ങൾ ശാരീരികമായും മാനസികം ഒരു നിലക്കും ഒരു സ്ത്രീയെ നിങ്ങൾ ഉപദ്രവിക്കരുത്. വീണ്ടും അദ്ദേഹം മുന്നോട്ട് പോകും. നോക്ക്, അവരുടെ സന്യാസി മഠങ്ങൾ ഒരിക്കലും നശിപ്പിക്കരുത് കേട്ടോ.
വീണ്ടും പ്രവാചകനുടെ കൂടെ നടക്കും. നോക്ക്, അവരുടെ പൊതുമുതലുകൾ നശിപ്പിക്കരുത് കേട്ടോ. വീണ്ടും അവരുടെ കൂടെ ചെന്നിട്ട് പറയും, അവരുടെ ജലതടാകങ്ങൾ നിങ്ങൾ നശിപ്പിക്കരുത്, മോശമാക്കരുത്, അവർക്ക് കുടിക്കുന്ന വെള്ളം നിങ്ങൾ മലീമസമാക്കരുത് കേട്ടോ. വീണ്ടും പ്രവാചകൻ അവരുടെ കൂടെ ചെന്ന് പറയും, എന്ത്? അവർക്ക് ഉൽപ്പന്നം നൽകുന്ന, അവർക്ക് അന്നം നൽകുന്ന സസ്യങ്ങൾ നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. ഞാൻ ഇനി ആത്മാർത്ഥമായി ചോദിക്കുന്നു, ലോകത്തിലേതെങ്കിലും ഒരു യുദ്ധ കമാൻഡർ അവരുടെ പട്ടാളക്കാരോട് ഇങ്ങനെ പറഞ്ഞതായി നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ ഇസ്ലാമിന് വേണ്ടി പ്രസംഗിക്കില്ല. ഇനി കേട്ടോളൂ നിങ്ങൾ, പ്രവാചക തിരുമേനി ഒരു യുദ്ധം കഴിഞ്ഞപ്പോ കുറച്ച് കുട്ടികൾ കൊല്ലപ്പെട്ടത് കണ്ടു. പ്രവാചക തിരുമേനി ചോദിച്ചു, ആരാ? കോപാകുലനായി അദ്ദേഹത്തിന്റെ കോപം ഉയർന്നു, കണ്ണുകൾ ചുവന്നു തുടുത്തു. അദ്ദേഹം ചോദിച്ചു, വരി ഇങ്ങോട്ട് വരി, ആരാ ഈ കുഞ്ഞുങ്ങളെ കൊന്നത്? അപ്പൊ അവര് ലാഘവത്തോടു കൂടി പറയുന്നു, എന്താ പറയുന്നത്? അത് അമുസ്ലിങ്ങളുടെ കുട്ടികളല്ലേ. ആ സമയത്ത് പ്രവാചകൻ അവരെ പഠിപ്പിച്ചെന്നറിയോ, മേലിൽ ഇനി ആ വാചകം നിങ്ങൾ എന്നോട് പറയരുത്. എന്നിട്ട് ആ പ്രവാചകൻ പറഞ്ഞ വാചകം എന്താണെന്നറിയോ നിങ്ങൾ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മനുഷ്യക്കുഞ്ഞും പരിശുദ്ധരാണ്, പാപികളായിട്ടല്ല ജനിക്കുന്നത്, പരമപരിശുദ്ധർ. ഏത് രാജ്യത്ത് ജനിക്കുന്ന കുഞ്ഞും പരമപരിശുദ്ധർ, അവരെ തുടരുത് എന്ന് ലോകത്തെ പഠിപ്പിക്കുക പ്രവാചകൻ ചെയ്ത്. തീർന്നില്ല, ഒരു സ്ത്രീ കൊല്ലപ്പെട്ടൊരു യുദ്ധത്തിൽ ഇതുപോലെ പ്രവാചകൻ അവരെ വിളിച്ചു വരുത്തി. അപ്പൊ അവര് പറയാ കേട്ടോ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ഇതാ നമ്മുടെ വർഗീയത. അവര് പറയണ ശത്രുപക്ഷത്ത് നിന്നിട്ട് അവർക്ക് ആയുധം എടുത്തു കൊടുത്ത് മുസ്ലിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച പെണ്ണാത്, അതുകൊണ്ടാ കൊന്നത്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ വിടില്ല നിങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് കാരണമുണ്ടോ പെണ്ണിനെ തുടരുത്. ഇതാണ് പ്രവാചക തിരുമേനി. ഈ പ്രവാചക തിരുമേനിയെ നിങ്ങൾ പഠിക്കണം. കരുണാവാൻ നബി, മണിമുക്തി രക്തമോ എന്ന്. ഒരു നല്ല തണുപ്പുള്ള രാത്രിയിൽ അവർ തീയിട്ടു. പ്രവാചക തിരുമേനി ഓടിച്ചെന്നു ആ പരിസരം പരിശോധിച്ചപ്പോ ഉറുമ്പുകൾ ചാലിട്ട് പോകുന്നു. പ്രവാചകൻ ചോദിച്ചു, എന്തൊരു കടുങ്കയ്യാണ്, കണ്ണ് തന്നില്ലേ നിങ്ങൾക്ക് പടച്ചോൻ? അള്ളാഹു കണ്ണ് തന്നില്ലേ നിങ്ങൾക്ക്? ഈ കണ്ണുകൊണ്ട് കണ്ടുകൂടായിരുന്നു ഉറുമ്പുകൾ ചാലിട്ട് പോകുന്നത്? തീയണക്കണം എന്ന് പ്രവാചക തിരുമേനി ഒരു സ്വപ്നം കണ്ടു. നരകം, അഗ്നിനാളങ്ങൾ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു സ്ത്രീയെ പൂച്ച മാന്തുന്നതും കടിക്കുന്നതും കണ്ടു. പ്രവാചകൻ ഗബ്രിയേൽ എന്ന മാലാഖയോട് ചോദിച്ച എന്താ അത്? അപ്പൊ അവര് പറയണ, ഈ സ്ത്രീ പൂച്ചയെ കെട്ടിയിട്ടു, ഭക്ഷണം കൊടുത്തില്ല, ഭക്ഷണം കഴിക്കാൻ വിട്ടതുമില്ല, അതിന്റെ ശിക്ഷയാണ്. കണ്ടോ, ഒരു പൂച്ചയെ കെട്ടിയിടാൻ പോലും പാടില്ല, പിന്നല്ലേ മനുഷ്യരെ കെട്ടിയിടല്. ഖുർആനിന്റെ വേറൊരു വാചകം കേട്ടാൽ നിങ്ങൾ കിടുങ്ങിപ്പോകും. ഖുർആൻ 5-ാം അധ്യായം 32-ാമത്തെ വചനം പറയുന്നത്, അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്ന കൊലയാളി. നോക്കേ, അകാരണമായ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ കൊലയാളി, മനുഷ്യരെയും കൊന്ന കൊലയാളി. തെൽമൂദ് എന്ന് പറഞ്ഞിട്ടൊരു ജൂത ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിലൊരു വാചകമുണ്ട്, അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ. അതാ വർഗീയത. ഖുർആൻ പറയണതോ, ലോകത്തെവിടെ വെച്ച് നിങ്ങൾ ഒരു മനുഷ്യനെ കൊന്നോ 715 കോടി മനുഷ്യരെ കൊന്ന പാപിയാ നീ. അപ്പൊ മനുഷ്യന്റെ മൂല്യം എത്രയാ? മനുഷ്യന്റെ വെയിറ്റ് എത്രയാ? മനുഷ്യനെ കൊല്ലാൻ പാടില്ല. നമുക്ക് സംഭവിച്ച ഒരു തെറ്റ് ഞാൻ പറയാം. രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ച പോലെ നമുക്ക് പറ്റിയ ഒരു തെറ്റ്, സൃഷ്ടികളെ നമ്മൾ ദൈവത്തിന്റെ സ്ഥാനത്ത് വെച്ചപ്പോ മനുഷ്യന് വിലയില്ലാതായി. ഖുർആൻ പറയുന്നത് അറിയങ്ങള്, ഈ സൃഷ്ടികളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്, മനുഷ്യനാണ് കേന്ദ്രബിന്ദു, മനുഷ്യനാണ് മൂല്യം. അതുകൊണ്ട് ഖുർആൻ പറയണം, വമാ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്. പാമ്പ് നിങ്ങൾക്ക് വേണ്ടിയാണ്, പശു നിങ്ങൾക്ക് വേണ്ടിയാണ്, ഒട്ടകം നിങ്ങൾക്ക് വേണ്ടിയാണ്, ആട് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ മനസ്സിലുള്ള എന്താണ്? പശുവിന് വേണ്ടിയാണ് ഞാൻ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനുഷ്യന്റെ മൂല്യമില്ലാതായി, മനുഷ്യന്റെ പ്രത്യേകത ഇല്ലാതായി. മനുഷ്യന് പ്രത്യേകതയുണ്ട്. മനുഷ്യരെ ഒരാളും ഒരു നിലക്കും അന്യായമായ ഒരു നിലക്കുള്ള കൊലപാതകവും മതം അനുവദിക്കുന്നില്ല. അപ്പൊ ഏറ്റവും പ്രധാനമായ കാര്യം മനുഷ്യന്റെ മൂല്യത്തെ കുറിച്ചാണ്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടുകൂടി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഖത്തറിലായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മുടെ കൊല്ലം ജില്ലയിലെ പരവൂരിലെ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി ഒരു വെടിക്കെട്ട് നടന്നു. ഇന്ത്യ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്തൊരു വെടിക്കെട്ട്. 1.5 കിലോമീറ്റർ അകലെ കരിങ്കൽ ചീളുകൾ, ബിൽഡിങ്ങിന്റെ കഷ്ണങ്ങൾ ചീറിപ്പാഞ്ഞു വന്ന് ബൈക്ക് യാത്രികനെ പോലും അത് കൊന്നൊടുക്കി. മൈലുകൾക്കപ്പുറത്ത് പ്രകമ്പനം കൊണ്ടു. ഞാൻ എന്റെ മനസ്സുറങ്ങിയിട്ടില്ല. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഗാഢനിദ്ര എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ അവിടെ മനുഷ്യനായി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു അപേക്ഷ പറയാം. എന്റെ ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് പടക്കം പൊട്ടുന്നതുമായി ബന്ധപ്പെട്ട്, ആനയെ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവനും ഒരുപാട് ആളുകൾ കഴിഞ്ഞ ആഴ്ചകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. 2 വർഷം മുമ്പ് ഞാൻ ചെയ്ത എന്റെ പ്രഭാഷണം ഞാനതിവിടെ ആവർത്തിച്ചു പറയുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം വായിക്കാൻ അവസരമുണ്ടായി എനിക്ക്. 108 ഉപനിഷത്തുകൾ, ഏറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത്, മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത, 18 അധ്യായമുള്ള ഭഗവത്ഗീത,
700 ശ്ലോകമുള്ള ഭഗവത്ഗീത, 3 വിഭാഗമായി തിരിച്ച ഭഗവത്ഗീത, വിജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഓരോ കാണ്ഡത്തിലും 6 അധ്യായങ്ങൾ, 700 ശ്ലോകങ്ങൾ. ഇതൊക്കെ പരിശോധിച്ചിട്ട് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയിലും ആന എന്നുള്ളതുമായി ബന്ധപ്പെട്ടൊരു ആഘോഷം ഇസ്ലാമിലില്ല. സത്യം. ആനയെ കൊണ്ട് എഴുന്നള്ളിപ്പിക്കുന്ന ഒരു നേർച്ച, പുളിങ്ങോം നേർച്ച, പട്ടാമ്പി നേർച്ച, കൊണ്ടോട്ടി നേർച്ച, അതിനെതിരെ എതിർത്തിട്ട് ഏറ് കിട്ടിയാളാണ് ഞാൻ, തല്ല് കിട്ടിയാളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മുസ്ലിം സമുദായത്തിലെ ആന എഴുന്നള്ളെത്തി ആളുകൾ മരിക്കുന്നതിനെതിരെ മാത്രമല്ല, മതപ്പാടുണ്ടാകുന്ന ഉഷ്ണ കാലഘട്ടത്തിൽ ദൈവം പൊട്ടനായി പോവുമല്ലോ. കാരണം ആന എഴുന്നള്ളത്ത് മതത്തിന്റെ ഭാഗമാണെങ്കിൽ ആനക്ക് മതളകണ കാലഘട്ടത്തിൽ ആനയെ പങ്കെടുപ്പിക്കുന്ന ഒരു ആഘോഷം ദൈവം പഠിപ്പിക്കുമോ? ദൈവത്തിന് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? നന്നായി ആലോചിക്കണം, നന്നായി ചിന്തിക്കണം. അതുകൊണ്ട് മുസ്ലിങ്ങളോട് ഞാൻ പറയുന്നു, എന്ത് ആന എന്നുള്ളത് വെടിക്കെട്ടുകൾ മതമല്ല, ആചാരമല്ല, അനുഷ്ഠാനമല്ല, ബിസിനസ്സാണ്. അത് ഞാൻ തുറന്നു പറയുന്നു, സത്യസന്ധമായി പറയുന്നു. എനിക്ക് ഈ രാജ്യത്ത് ഈ സംഭവം നടന്നിട്ട് എല്ലാവരുടെ പ്രസ്താവനയും ഞാൻ വായിച്ചു. രാവും പകലും എന്നോട് ആളുകൾ ചോദിച്ചു, എന്താ ഉറങ്ങാത്തത്? ഞാൻ എങ്ങനെ ഉറങ്ങും? 113 മനുഷ്യർ വെന്തരിഞ്ഞ് വറവച്ചട്ടിയിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചാമ്പലാക്കിയ പോലെ ഈ 113 ഓർത്ത് എങ്ങനെ ഉറങ്ങാൻ കഴിയും? ഒരിക്കലും തിരിച്ചറിയാത്ത 10 പേരുടെ ശരീരം അങ്ങ് കരിച്ച് ചാമ്പലാക്കി അവരുടെ ബോഡി തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ 380 ചില്ലാനം ആളുകൾ ഹോസ്പിറ്റലിൽ നരകയാതന അനുഭവിക്കുമ്പോ മനസാക്ഷിയുള്ളവൻ ഉറങ്ങാൻ കഴിയോ? ലാഘവത്തോട് കണങ്ങിയോ? എനിക്കൊരു സങ്കടം തോന്നിപ്പോയിട്ടുണ്ട്. എന്തറിയോ? ആ പാവങ്ങളെ കുറിച്ച് ഓർക്കും എനിക്കുള്ള സങ്കടം അറിയോ? ഇലക്ഷന്റെ സമയത്തായി പോയല്ലോ ഈശ്വര, നീ അവരെ ഇതിന് വിധേയമാക്കിയത്. അവരെ കാര്യം ഗൗരവമായി ആരും ചർച്ച ചെയ്യില്ല, എനിക്ക് ഉറപ്പാണ് സുഹൃത്തുക്കളെ. ഒരു രാഷ്ട്രീയക്കാരും ചർച്ച ചെയ്യില്ല സുഹൃത്തുക്കളെ. ആ മനുഷ്യരെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു. ഒരു ഹിന്ദു മതത്തിന്റെ ഒരു ഗ്രന്ഥത്തിലും പടക്കം പൊട്ടലില്ല സുഹൃത്തുക്കളെ. ബുദ്ധി കൊടുത്തൊന്ന് ആലോചിച്ച് നോക്കി. 200 കൊല്ലം മുമ്പ് ആ പടക്കം കണ്ടെത്തി. പാറ പൊട്ടിക്കാൻ അത് കണ്ടെത്തിയത് 5000 വർഷത്തിന്റെ പഴക്കല്ലേ? സനാതന ധർമ്മത്തിന്, ഹിന്ദു ധർമ്മത്തിന് 1500 വർഷത്തിന്റെ പഴക്കല്ലേ? അതിൽ കൂടുതൽ പഴക്കമില്ലേ ഋഗ്വേദത്തിന് സുഹൃത്തുക്കളെ? ചിന്തിച്ചു നോക്കി നിങ്ങൾ. ആ ഋഗ്വേദത്തിൽ 200 കൊല്ലായിട്ടുള്ള പടക്കം കണ്ടെത്തിയിട്ട്, ആ 200 കൊല്ലായിട്ടുള്ള പടക്കം കണ്ടെത്തിയിട്ട് ഈ 200 കൊല്ലത്തിന്റെ പുറത്താണോ സനാതന ധാർമ്മിക മൂല്യം? അതാണോ വേദഗ്രന്ഥങ്ങളുടെ കാലം? ആ വേദത്തിൽ അതുണ്ടോ? ഖുർആനിലുണ്ടോ? സുന്നത്തിലുണ്ടോ? ബൈബിളിലുണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ. ക്രിസ്തുമസ് ബൈബിളിലില്ല. ഓണവും വിഷുവും ആഘോഷങ്ങൾ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നതൊന്നും വേദഗ്രന്ഥത്തിലില്ല. മനുഷ്യൻ ആത്മീയത നൽകുന്നതല്ലാത്തൊന്നുമില്ല. ദയവ് ചെയ്ത് ഞാൻ വിനീതമായി നിങ്ങളോട് പറയുന്നു, ഇവിടെ അതുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ദയവ് ചെയ്ത് ചെയ്യരുത്. ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്. മകന്റെ കയ്യിൽ 1000 രൂപ കൊടുത്തു, മോനെ ഇതിന് ഇന്നൊക്കെ വാങ്ങണം. അവൻ 1000 രൂപ കീറിയാൽ നിങ്ങൾ അംഗീകരിക്കുമോ എന്റെ കർമ്മത്തെ? കടയിൽ പോയി ഭർത്താവ് ഗ്ലാസ് വാങ്ങിക്കൊണ്ടുവന്നു. 10 ഗ്ലാസ് വേണമെന്ന് പറഞ്ഞാൽ അതിഥികൾ വരുന്നു. ആ ഗ്ലാസ് വാങ്ങിക്കൊണ്ടുവന്ന് വീടിന്റെ തറയിൽ ഭർത്താവ് ഓരോ ഗ്ലാസും എറിഞ്ഞു പൊട്ടിച്ചാൽ ആ ഭർത്താവിനെ നിങ്ങൾ എന്ത് വിളിക്കും? കടയിൽ ചെന്ന് കോടിക്കണക്കിന് ഉപ്പന്റെ പടക്കം വാങ്ങി 5 മിനിറ്റ് കൊണ്ട് പൊട്ടിച്ചു കളയാൻ സർവശക്തനായ കരുണാമയനായ ഈശ്വരൻ പറയൂ? ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. അത് മതമല്ല, ആചാരം. അതെപ്പോഴാണ് ഉണ്ടായതെന്ന് അറിയുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് മതവിശ്വാസത്തിന്റെ ഭാഗമാക്കിയാലേ ഇത് കൂടുതൽ വിൽക്കാൻ പറ്റും. അതുകൊണ്ട് മതാധ്യക്ഷന്മാരും ബിസിനസ്സുകാരും കൂടി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതിന്റെ കൈക്കൂലി കൈപ്പറ്റിയവരാണ് മതാധ്യക്ഷന്മാർ. എല്ലാ മതത്തിലെയും പറഞ്ഞേക്കുക. നിങ്ങൾ എല്ലാവരും പറയൂ, ജനങ്ങൾ പറയൂ. ഒരമ്മനെ നിങ്ങൾ കണ്ടില്ലേ? പരവൂരിൽ എന്റെ പെങ്ങളെ കെട്ടിച്ച സ്ഥലം അത്. അവിടെ നടക്കുന്ന പല ദുരന്തങ്ങളും പ്രസംഗിച്ച ഒരാളാണ് ഞാൻ. അത് അവിടെ കയറി ചെന്ന് പറഞ്ഞ ഒരാളാണ്. മുഖ്യമന്ത്രിനോട് പറയേണ്ടത് മുഖ്യമന്ത്രിനോട് കയറി ചെന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയണമെന്ന് പറയുന്ന ആളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ശരിയല്ല. ഇത് മതമല്ല, മനുഷ്യനാണ് മൂല്യം. ഒരു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 2 കുഞ്ഞുങ്ങളെ കണ്ടില്ലേ നിങ്ങൾ പത്രത്തില്? അവരുടെ കണ്ണുകൾക്ക് ഈ രാജ്യത്തിന്റെ തോരാത്ത കണ്ണുനീരായി. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ദേശീയ ദുരന്താക്കി പ്രഖ്യാപിക്കണം എന്നല്ല അഭിപ്രായം? എന്തിന്? ഞാൻ ചോദിക്കുന്നത് എന്തിന്? ദേശീയ പ്രശ്നമായിട്ട് അംഗീകരിച്ചു. ഇവിടെ എന്ത് നടന്നു? അടുത്ത ദിവസം പൊട്ടൂലേ? തൃശ്ശൂർ പൂരത്തെ കുറിച്ച് ഇന്നെന്താ പറഞ്ഞേ? കഴിഞ്ഞ കാലമുണ്ടോ? അതൊക്കെ ഇപ്പോഴും നടക്കുന്നത്. 5 ദിവസം പിന്നിട്ടിട്ട് പോലും ആ മരിച്ച മനുഷ്യരെ കുറിച്ച് ഓർക്കാൻ കഴിഞ്ഞോ? നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല ഇത് പടച്ചോൻ പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. അത് ഒഴിവാക്കിയ ഒരു തെറ്റുലെങ്കിൽ രാഹുൽ ഈശ്വർ പറഞ്ഞില്ലേ, കോടിക്കണക്കിന് രൂപ ലാഭിച്ചൂടെ? 102 കോടി മനുഷ്യർ പട്ടിണി കിടക്കുന്നില്ല ഈ രാജ്യത്ത്. നമുക്കത് സമ്പാദിച്ചുകൂടെ സുഹൃത്തുക്കളെ? അത് മതത്തിന്റെ ഭാഗമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അങ്ങോട്ട് പറഞ്ഞു. പടക്കം കണ്ടെത്തി അത് പാറ പൊട്ടിക്കാൻ ഉപയോഗിച്ചു. അത് പിന്നെ മനുഷ്യരെ കൊല്ലാൻ ഉപയോഗിച്ചപ്പോഴാണ് സമാധാനത്തിന്റെ നോബൽ സമ്മേളനം ഈ സയൻസ് അധ്യാപകൻ, ഈ ശാസ്ത്രകാരൻ ഏർപ്പെടുത്തി. മനുഷ്യരെ കൊല്ലാനല്ല അത്.
മനുഷ്യരെ കൊല്ലാൻ എനിക്ക് പേടി തോന്നിപ്പോവാണ്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോണം, പരവൂര് പോണം, ബുദ്ധിമുട്ടുമ്പോൾ നേരെ കാണണം. നിങ്ങൾ ആലോചിച്ചു, ഒരു മനുഷ്യനെ പൊള്ളലേൽക്കുക എന്ന് പറഞ്ഞാൽ, അതും സുഹൃത്തുക്കളെ ചാമ്പലായി പോകുന്ന ഈ ആഘോഷം നിയമങ്ങളുടെ 27 ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അത് അവിടെ നടന്നത്. 27 ചട്ടങ്ങൾ. അവിടെ എന്തൊക്കെ നിയമം ഇത് പൊട്ടിക്കാനുണ്ടോ അത് മുഴുവനും ലംഘിച്ചു. ഇത്രയൊക്കെ. ഇനി നിങ്ങൾ നോക്ക്, 10 ലക്ഷം പ്രഖ്യാപിച്ചു, 113 ആളുകൾക്ക് 10 ലക്ഷം പ്രഖ്യാപിച്ച കോടി എത്രയും? 1 കോടി എത്ര ചിന്തിച്ചു നോക്ക് നിങ്ങൾ, കണക്ക് കൂട്ടി നോക്കി. ഇതൊക്കെ വന്നത് എന്തുകൊണ്ടാ? മതം പഠിപ്പിക്കാത്തൊന്ന് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട്. ആനയിന്നത്തിനെ കുറിച്ച് നിങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കണം. വലിയ പടക്കങ്ങൾ പൊട്ടുന്നതുമായി ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്ത് അയൽപ്പക്കത്ത് ഒരു കല്യാണം നടന്നു. പന്നി വെടി എന്നിട്ടൊരു വെടിയുണ്ട്. അത് പൊട്ടിച്ചപ്പോ മുസ്ലിം വീട്ടിലെ കല്യാണം നടന്നത്. പാവപ്പെട്ട അയൽവാസിയായ അവിടുത്തെ വൈദ്യരുടെ മകൻ അജീഷ്, അവന്റെ കയ്യാ പോയത്. ഒരു പന്നിപ്പടക്കം പൊട്ടിപ്പോ പോലും ഒരു കുടുംബത്തിന്റെ അത്താണിയായ മകന്റെ കൈ പോയി. അന്ന് അവിടെ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. മുസ്ലിം വീട്ടിൽ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, മനുഷ്യൻ സ്വയം തയ്യാറാകണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ഒരു ആറ്റം ബോംബിനേക്കാൾ വലിയ ശക്തിയുണ്ട്. ഹൈറ്റ് കുറഞ്ഞൊരു ചെറിയ മനുഷ്യനാണ് ഞാൻ. ലോകത്തൊന്നും ഇന്ന് വരെ നേടിയിട്ടില്ല. ഒന്നിന്റെയും, നേരത്തെ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ പോലെ ഒന്നിന്റെയും സ്ഥാനം വഹിക്കുന്നില്ല. മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് എന്റെ സ്ഥാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനസാക്ഷിയുള്ളവരുടെ മുമ്പിൽ. ഓച്ചിറ ക്ഷേത്രത്തിൽ നിങ്ങൾക്കറിയോ 250 അച്ഛനമ്മമാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അവരെ. 250 അച്ഛനമ്മമാർ വൃദ്ധസദനത്ത് കൊണ്ടുപോയി ആക്കിയതാ മക്കള്. ഓച്ചിറയിൽ പ്രസംഗം കഴിഞ്ഞപ്പോ ഒരു അമ്മ എന്റെ പിന്നാലെ കൂടി. അവിടെ അറുപകാട് ക്ഷേത്രത്തിൽ പ്രസംഗിച്ചപ്പോ ഒരു അമ്മ എന്റെ പിന്നാലെ കൂടി. 10-66 വയസ്സുള്ള ഒരു അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ ആരായാലും മണ്ടിയിൽ എന്റെ മോനെ നീ എന്നൊന്ന് കൊണ്ടുപോകും. ആ അമ്മമാരുടെ അച്ഛനും അമ്മയും വാർദ്ധക്യം പ്രാപിച്ചാൽ എന്ന് പോലും നീ അവരോട് പറയരുത്. അച്ഛനോട് അമ്മയോട് കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. അച്ഛനമ്മമാർ തള്ളപ്പെടുന്ന ഒരു ലോകത്ത് ഒരമ്മ സർക്കാരിനോട് പറഞ്ഞിരുന്നു, ഈ ശബ്ദത്തിലുള്ള പടക്കം ഒന്ന് നിയന്ത്രിച്ചൂടെ, എന്റെ വീട് പൊട്ടിപ്പൊളിഞ്ഞു, എനിക്കാരുമില്ല. ആ അമ്മ പിന്നെ ഞെട്ടിയണിക്കുന്നത് എങ്ങനെ അറിയുന്നത്? ഒരു മനുഷ്യന്റെ കൈ അറ്റിട്ട് ആ കൈ തെറിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് വീണിരിക്കുന്നു. അവര് വീണ്ടും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. എനിക്കുള്ള ഏറ്റവും വലിയ സങ്കടം പറഞ്ഞോട്ടെ നിങ്ങൾക്ക്, ഒരാഴ്ച കഴിഞ്ഞോ അത് സംഭവിച്ചിട്ട്? ഒരാഴ്ച കൊണ്ട് എല്ലാരും പത്തി മടക്കി പോയിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ തൃശ്ശൂർ പൂരത്തിന്റെ വാർത്ത വായിച്ചപ്പോ എനിക്ക് തോന്നിയെന്നറിയാം, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല കേട്ടോ, എനിക്കൊരു രാഷ്ട്രീയവുമില്ല. എന്റെ രാഷ്ട്രീയവും എന്റെ എല്ലാം മനുഷ്യരാ. ആ മനുഷ്യർക്ക് വേണ്ടി ഞാൻ ശബ്ദിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മളെല്ലാരും, നിങ്ങൾ ജനങ്ങൾ പറയണം, ഞങ്ങളുടെ ക്ഷേത്ര ജനങ്ങൾക്ക് ഇനി പടക്കം പൊട്ടൽ വേണ്ട. എത്ര സന്യാസിമാർ പറഞ്ഞതില്ല? എത്ര സന്യാസിമാർ പറഞ്ഞാൽ പോരെ നിങ്ങൾക്ക്? ആരാ പിന്നെ പറയേണ്ടത്? ജനങ്ങളും പറഞ്ഞു, സന്യാസിമാരും പറഞ്ഞു, മതപണ്ഡിതന്മാരും പറഞ്ഞിട്ടും ഇത് പൊട്ടിക്കണമെന്ന് വിചാരിക്കുന്നത് ദുരുദ്ദേശമല്ല സുഹൃത്തുക്കളെ, പണാധിപത്യമല്ല സുഹൃത്തുക്കളെ. ജനങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വേണ്ടിയില്ല, ഞങ്ങൾക്ക് ഇതിനൊക്കെ ആഘോഷിക്കണം. ചെയ്യരുത്. ഇനി ഇതിൽ കവിഞ്ഞൊന്നും പറയാൻ എനിക്കില്ല. എനിക്ക് പറയാൻ ഇതിൽ കവിഞ്ഞൊന്നുമില്ല. 2-3 കാര്യം കൂടി പെട്ടെന്ന് പറയുന്നു ഞാൻ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 37 ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഹതോവ പ്രാപ്സസി സ്വർഗം ജിതവ ബോക്ഷ്യസി മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗമുണ്ട് സുഹൃത്തുക്കളെ. ദൈവസന്നിധിയിലെത്തും ഉറപ്പ്. മനുഷ്യരൊക്കെ എല്ലാരും, അല്ലാണ്ട് ഹൈന്ദവ സമൂഹം അവരുടെ ദൈവത്തിന്റെ മുമ്പിലും ക്രിസ്ത്യാനികൾ അവരുടെ ദൈവത്തിന് മുമ്പിലും അല്ല, നമ്മളൊക്കെ ഒരൊറ്റ ദൈവത്തിന്റെ മുമ്പിലും വരും. ഷുവർ, ഉറപ്പിച്ചു പറയുന്നു ഞാൻ, ഉറപ്പിച്ചു പറയുന്നു. ഭഗവത്ഗീത പറയുന്നുണ്ടത്, ഋഗ്വേദം പറയുന്നുണ്ടത്, കൃഷ്ണ യജുർവേദം പറയുന്നുണ്ടത്, വേദഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടത്, ഉപനിഷത്തുകൾ പറയുന്നുണ്ടത്. പുനർജന്മൊന്നും ആയിരുന്നില്ല അത്. കൃത്യമായ പരലോക വിശ്വാസം. ആ ഈശാവാസ്യോപനിഷത്ത് പറയുന്നതറിയോ? അന്തം തമഹ ഈശാവാസ്യോപനിഷത്ത് പറയണ, ദൈവേതരരെ നിങ്ങൾ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിലാ വരിക. സൃഷ്ടികളെ നിങ്ങൾ ആരാധിച്ചാൽ നരകത്തിലാ വരിക. ദൈവത്തെ മാത്രം ആരാധിച്ചാൽ സ്വർഗത്തിലാ വരിക. വേദഗ്രന്ഥങ്ങൾ, ഖുർആൻ പറയുന്നതും അതാണ്. ഏക ദൈവം, ഒറ്റ ദൈവം. അവനൊരിക്കലും മരിക്കില്ല, അവന് മരണമില്ല, അവന് ക്ഷീണമില്ല, അവന് തളർച്ചയില്ല. അവൻ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവനാണ്. സൂര്യനെ നിയന്ത്രിക്കുന്ന 13.5 ലക്ഷം ഭൂമിയുടെ വലുപ്പമുള്ള സൂര്യനെ നിയന്ത്രിക്കുന്നവനാണ്. ആ സർവശക്തിയിലേക്കുള്ള ഒരു മടക്കം എനിക്ക് എന്നോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം. ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. എനിക്കൊരു നിർദ്ദേശവും കൂടിയുണ്ട്. എന്നെ പോലെയുള്ള ആളുകളുടെ എവിടെ അത് ഉണ്ടായി ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ചില പ്രഭാഷണത്തിന്റെ ചെറിയ ഭാഗം കട്ട് ചെയ്ത് കേൾപ്പിച്ചിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ചവർ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാഞ്ഞങ്ങാട് എന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയണം, നിങ്ങൾ എന്റെ പ്രസംഗം ഫുള്ള് കേൾക്കുക.
ഒരാൾക്ക് ഒരു തെറ്റിദ്ധാരണയില്ല, ഒരു തെറ്റിദ്ധാരണ. മനുഷ്യത്വത്തിനെതിരെ ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാണ്. ഒരാളോട് ഒരു വിരോധമില്ല. ഒരു ഹിന്ദു സ്ത്രീ 3 മാസം പ്രായമായ അവരുടെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയി കളഞ്ഞു. ഈ വിവരം ഔദ്യോഗികമായി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചപ്പോ ഞാൻ അവരോട് പറഞ്ഞു, സാർ എനിക്ക് ആ മോനെ തരണം, ആ ഹിന്ദു സ്ത്രീ ഉപേക്ഷിച്ചു പോയ മോനെ എനിക്ക് തരണം, ആ മനുഷ്യ കുഞ്ഞിനെ എനിക്ക് തരണം, ജാതി മതം നോക്കാതെ എനിക്ക് തരണം സാർ. ഞാൻ അവരോട് ആവശ്യപ്പെട്ടതാണ്. ഇവിടെ ഞാൻ വർഗീയതയും തീവ്രവാദമല്ല പറയുന്നു. എനിക്കൊരു മതമുണ്ട്. മഹാത്മാഗാന്ധി ഹരേ രാം എന്ന് പറഞ്ഞ പോലെ അല്ലാ അല്ലാ എന്ന് വിളിക്കുന്ന ഒരു മതം എനിക്കുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെയും വെറുക്കാൻ ഞാൻ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ മനുഷ്യന്റെ പ്രശ്നങ്ങളായി കാണും. അവിടെ രാഷ്ട്രീയം പ്രശ്നമാകരുത്. മനുഷ്യനേക്കാൾ മൂല്യവത്തായി ഒന്നുമില്ല. ഒരു വോട്ടില്ല, വേണ്ട, പ്രാവശ്യം ജയിക്കണ്ട, 4 ആ വിഷയത്തിൽ ഒരു നല്ല കാൽവെപ്പ് വെക്കാമായിരുന്നില്ലേ? ഈ മനുഷ്യരൊക്കെ മരിച്ചിട്ട് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ ആവേശം കൂട്ടിയാ പോരാ. അത്രയേറെ ആളുകൾ മരിച്ചതിന്റെ വേദന, ആത്മാർത്ഥമായ പ്രയത്നം. ഞാനൊരു കാര്യം ഉറച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളോടത് പറയാണ്. ഏതൊക്കെ അമ്പലങ്ങളിൽ ചെന്ന് എനിക്കിത് പറയാൻ പറ്റുമോ ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഇനി വ്യാപകമായി പറയും. ഏത് ദേവസ്വം ബോർഡിന്റെയും ഏത് അമ്പല കമ്മിറ്റികളുടെയും അയ്യപ്പദാസ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സന്യാസി. ഞാൻ പറയും അദ്ദേഹത്തോട്, സാർ ഇത് ശരിയല്ല, ഇതിനെക്കുറിച്ച് പഠിക്കണം, ഇതിൽ നിയന്ത്രണം എന്ന് പറഞ്ഞ് നടക്കൂലട്ടോ. 400 തവണ ഉണ്ടായിട്ടും നിയന്ത്രിക്കണമെന്നേ പറഞ്ഞുള്ളൂ. എന്നിട്ട് നിയന്ത്രിച്ചോ? വലുതിൽ നിന്ന് വലുതിലേക്ക്, 68-ൽ നിന്ന് 110-ലേക്ക്, ഇനി 210-ൽ വരും. അപ്പോഴും നിയന്ത്രണം എന്നുള്ള വാചകം ഒഴിവാക്കുക, നിരോധിക്കുക, തിന്മകളെ നിരോധിക്കുക. അത് മുസ്ലിം ചെയ്താലും അമുസ്ലിം ചെയ്താലും, അത് എന്ത് വൃത്തികേടാവട്ടെ. ഒരു കാര്യം കൂടെ പറയാം, ഒരു മുസ്ലിമിന്റെ തെറ്റ് തെറ്റാണെന്ന് പറയാൻ മുസ്ലിംകൾക്കും, ഒരു ഹൈന്ദവന്റെ തെറ്റ് തെറ്റാണെന്ന് പറയാൻ ഹൈന്ദവർക്കും, ഒരു ക്രൈസ്തവന്റെ തെറ്റ് തെറ്റാണെന്ന് പറയാൻ ക്രൈസ്തവർക്കും സാധിക്കുന്ന ധന്യമായ വർഗീയതയില്ലാത്ത ഏത് ദിനം പിറക്കുന്നുവോ അന്നേ നമ്മൾ നന്നാവും. ഇസ്ലാം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് പറയുന്നു. ആ ജീവിതത്തിന്റെ വിജയമാണ് വിജയം എന്ന് പറയുന്നു. കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി പറയുന്നത്, ഞാൻ ഉമറിന്റെ ഭരണം ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഉമർ നന്നായത് ഖുർആൻ പഠിച്ചപ്പോഴാണ്, ഉമർ നന്നായത് പ്രവാചകനെ മാതൃകയാക്കിയപ്പോഴാണ്. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സാഗൂതം കെട്ട് നിങ്ങൾക്കെല്ലാം അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എനിക്ക് സ്വതന്ത്രമായി സംസാരിക്കാൻ അവസരം തന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഭാരവാഹികളോട് അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ ആരോഗ്യാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് അവസാനിപ്പിക്കുമ്പോൾ 4 പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഒന്നൊറ്റ ദൈവം, അവനെ മാത്രം ആരാധിക്കുക. ഒരു ജാതി മനുഷ്യജാതി, ഒരു വർഗം അത് മനുഷ്യരാണ്. ഒരൊറ്റ ദൈവം, ഒരൊറ്റ ജനത എന്ന തത്വം അത് നമ്മൾ ജീവൽഗന്ധിയാക്കി മാറ്റി പരസ്പരം മതങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക, ആഴമേറി പഠിക്കുക. മനുഷ്യനാണ് ഏറ്റവും പ്രധാനമെന്ന തിരിച്ചറിവുണ്ടാകുക. സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, നല്ല മനുഷ്യരാക്കി അള്ളാഹു നമ്മെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين برحمتك يا ارحم الراحمين. السلام عليكم ورحمه الله وبركاته.